ജുനൈദ് വിത്ത് കാർസിൽ പരിചയപ്പെടുത്തുന്നത് 2019 ഡീസൽ ജനറേഷൻ നിർത്തുന്ന സമയത്ത് ഇറങ്ങിയിട്ടുള്ള 2019 ZDI പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ബ്രസയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഗ്രേ കളറാണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്, കാണാനും ഭംഗിയുണ്ട്, അതിൻ്റെ അതേ ക്വാളിറ്റി വാഹനത്തിനുണ്ട് കേട്ടോ. അപ്പോൾ 2019 ZDI പ്ലസിൽ ബ്രസയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന. എല്ലാ സുഹൃത്തുക്കളും ഒരിക്കൽ കൂടി സ്വാഗതം. വാഹനത്തിന്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആരെങ്കിലും സുഹൃത്തുക്കൾ വാഹനം വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുടെ തീർച്ചയായിട്ടും അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾ ഏത് തരം വാഹനങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ കാണാനോ താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാത്തരം കമന്റുകളും രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ വാഹനത്തിന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ 2019 മോഡലിലാണ്. 2019 ഡീസൽ വണ്ടികളിൽ നിന്ന് പോയത്. അപ്പോൾ 2019 മോഡലിൽ വന്ന് ZDI പ്ലസിൽ വരുന്ന വാഹനമാണ്. ആകെ 70,000 കിലോമീറ്റർ താഴെ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് അടക്കം ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന നല്ല ക്വാളിറ്റി ഒറിജിനൽ കേരള വണ്ടിയായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 60-70% ടയറുണ്ട്. കമ്പനി അലോവിയിൽ വരുന്നുണ്ട്. യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ടോട്ടൽ ലോസും ഫ്ലഡൊക്കെ ഇത് ഗ്യാരണ്ടിയാണ് കേട്ടോ. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആയ ഒരു വണ്ടിയാണ്. ഫോൾഡബിൾ സൈഡ് മിറർ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. വണ്ടിന്റെ ഓരോ ബോഡി ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യാതൊരുവിധ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മേജർ ഡെന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ അവിടെയും കയറിയതായിട്ട് കാണുന്നുണ്ട് എന്നല്ലാതെ യാതൊരുവിധ കംപ്ലൈന്റും കാണുന്നില്ല. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ മേജർ കംപ്ലൈന്റുകൾ ഇല്ലാത്തൊരു വാഹനമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാ ലൈനിങ്ങും കറക്റ്റ് ആയി നിൽക്കുന്നത്. ടെയിലാമ്പ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ടെയിലാമ്പ് ഒക്കെ വരുന്നുണ്ട്. ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, പുറകിലേക്ക് ഒരു ക്യാമറ വരുന്നുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ടച്ചിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലാത്തൊരു ബോർഡ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ ഒരു പാർസൽ ട്രേ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പുറകിലുള്ള വിശേഷങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെയാണ്. നല്ല നീറ്റാണ്. ZDI പ്ലസിലാണ് വണ്ടി വന്നിട്ടുള്ളത്. അതേപോലെ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ്. ആംറസ്റ്റ് വരുന്നുണ്ട്, പാർസൽ ട്രേ വരുന്നുണ്ട്, ലെഗ് റൂമാണ്. അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ്. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഹൈറ്റ് എഡിഷൻ സീറ്റ് വരുന്നുണ്ട്. AC, പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. സ്റ്റാറിംഗ് വീൽ കൺട്രോൾ യൂണിറ്റുകൾ വരുന്നുണ്ട്. മാനുവൽ ഗിയർ ബോക്സ് ആണ് വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഡീസൽ വണ്ടിയാണ് കേട്ടോ. 2019 മോഡൽ ZDI പ്ലസിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ താഴെ മാത്രം ഓടിയിട്ടുള്ള നല്ല സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി ക്വാളിറ്റി വണ്ടിയാട്ടോ ഈ പരിചയപ്പെടുത്തുന്നത്. 9,50,000 രൂപയാണ് നമ്മളിത് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. കേരളത്തിൽ എവിടെയും നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും. തട്ടമുട്ടോ കാര്യങ്ങളില്ലാത്ത ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫാമിലി യൂസേജിന് നിങ്ങളൊരു വണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ എവിടെയും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. വണ്ടി മലപ്പുറത്തുള്ളത്. മലപ്പുറത്ത് എവിടെ വെച്ചാലും മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മച്ചിങ്ങ എന്ന സ്ഥലത്താണ് ഡിലക്സ് മോട്ടോഴ്സ് ഉള്ളത്. അപ്പോൾ അവിടെ വണ്ടി ഉണ്ട്. കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തോളി. ഇത്രയും നേരം ഒരു വാഹനം പരിചയപ്പെടാൻ വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.